യുഎസ് സന്ദർശനത്തിനിടെ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ. പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടുവാൻ മടിക്കില്ലെന്നും മുനീർ ഭീഷണി ഉയർത്തി. യുഎസുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് ഇന്ത്യക്കെതിരായ അസിം മുനീറിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ. ഞങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ്. ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും. ബിസിനസ്സുകാരനും ഓണററി കൗൺസിലുമായ അദ്നാൻ അസദ് ടാംബയിൽ സംഘടിപ്പിച്ച ബ്ലാക്ക് ടൈ അത്താഴവിരുന്നിൽ പങ്കെടുത്തവരോട് മുനീർ പറഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീർ ഭീഷണി മുഴക്കി. ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ നിർമ്മാണം പൂർത്തിയായ ഉടൻ തന്നെ മിസൈൽ അയച്ച് തകർക്കുമെന്നായിരുന്നു ഭീഷണി. സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ലെന്നും അസീം മുനീർ പറഞ്ഞു. ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. അത് നിർമ്മിച്ചു കഴിയുമ്പോൾ 10 മിസൈൽ ഉപയോഗിച്ച് ഞങ്ങൾ അത് തകർക്കും. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ല. ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ലെന്നും മുനീർ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷമായിരുന്നു ഈ ഭീഷണി. ഇന്ത്യയുമായി 4 ദിവസം നീണ്ടുന്ന സംഘർഷത്തിനു ശേഷം 2 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് മുനീർ US സന്ദർശിക്കുന്നത്. ഫെറാറി പോലെ ഹൈവേയിലൂടെ വരുന്ന ഒരു മെഴ്സഡീസ് ആണ് ഇന്ത്യയെന്നും എന്നാൽ പാകിസ്ഥാൻ ഒരു ട്രംപ് ട്രക്കാണെന്നും പറഞ്ഞ മുനീർ ട്രക്ക് കാറിലിടിച്ചാൽ ആരാണ് തകർക്കപ്പെടുകയെന്നും ചോദിച്ചു. കാനഡയിലെ സിഖ് നേതാവിന്റെ കൊലപാതകവും ഖത്തറിൽ 8 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലായതും കുൽഭൂഷൺ യാദവ് കേസുമെല്ലാം പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞ മുനീർ ഇന്ത്യ തീവ്രവാദത്തിൽ പങ്കാളിയാണെന്നും ആരോപിച്ചു. യുഎസിലെ മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതാക്കളുമായും പാകിസ്ഥാൻ പ്രവാസികളിലെ അംഗങ്ങളുമായി മുനീർ കൂടിക്കാഴ്ച നടത്തി. US സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മൈക്കൽ കുല്ലറിയുടെ വിരമിക്കൽ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. കുല്ലറിയുടെ നേതൃത്വത്തെയും US പാകിസ്ഥാൻ സൈനിക ബന്ധത്തിന് നൽകിയ സംഭാവനയെയും മുനീർ പ്രശംസിച്ചു. ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്നും മുനീർ അഭിപ്രായപ്പെട്ടു.